ഇനി കേരളീയ വഹാബികളും മൗദൂദികളും ആ ഖുർആനിന് കാണുന്ന ബഹുമാനം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അറബി നന്നായി അറിയുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് അഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുമ്പോ അവർക്ക് വായിക്കാൻ യഥേഷ്ടമായി ഒരു ഗ്രന്ഥമാക്കി ആ ഖുർആനിനെ അല്ലാഹു കൊടുത്തിട്ടില്ല. റസൂലുള്ളാന്റെ നാവ് കൊണ്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെയുള്ള ഖുർആനിനെ കേരളത്തിലെ മുജാഹിദുകൾ പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിക്കുന്നത് ആരെ അറിയങ്ങള്? എം കാരശ്ശേരിനെ. ആരാണ് എം കാരശ്ശേരി? അല്ല സ്വർഗം തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ചിത്താന്തക്കാരൻ. ആ എം കാരശ്ശേരിയുടെ കയ്യിലേക്കാണ് അല്ലാഹു തആല അതിന്റെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ മുജാഹിദും ജമാഅത്തും ഏൽപ്പിക്കുന്നത്. സത്യം പറഞ്ഞ കാരശ്ശേരി വരെ നെട്ടിപ്പോയി. മുജാഹിദിനോടും ജമാഅത്തിനോടും കാരശ്ശേരി പറയാണ്, എനിക്ക് അറബി അറിയില്ല, ഖുർആനും അറിയില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുക? അറ്റാക്ക് ഉണ്ടായില്ല എന്നുള്ളൂ. അജ്ജാതി ബേജാറാണ് എം കാരശ്ശേരിക്ക് ഉണ്ടായത്. പിന്നെ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാല്, മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നിലമ്പൂരിലെ ഡോക്ടർ എം ഉസ്മാൻ. അത് ഞാനുമായിട്ട് വളരെ ലോഹ്യമായിരുന്നു. അതേ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കാരശ്ശേരി ഒരു ഖുർആൻ പരിഭാഷ എഴുതണം. ഞാൻ പറഞ്ഞു, എനിക്ക് അറബി അറിയില്ല, ഞാൻ മതവും പഠിച്ചിട്ടില്ല, എന്താണ് ഡോക്ടർ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. എങ്ങനെ അറബി അറിയില്ല, മതവും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്താന്ന് എം കാരശ്ശേരി തിരിച്ചു പറയുമ്പോഴെങ്കിലും ആ സാധുവിനെ വെറുതെ വിടണ്ടേ? പക്ഷേ വഹാബികൾ വിടുന്നില്ല. ഷെയ്ഖ് വിട്ടാലും മുരീദ് വിടൂല എന്നുള്ള വാശിയില് മൗലവി പറയണം, അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് അറിയണ മാതിരി നിങ്ങളാണ്ട് എഴുതിയാ മതി. അവ എന്നോട് പറഞ്ഞു, അതൊക്കെ അത്ര മതി, നിങ്ങള് അത് മനുഷ്യന് വായിക്കാവുന്ന നല്ല മലയാളത്തിൽ എഴുതിയാ മതി, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഖുർആനിന്റെ പേരിൽ എം കാരശ്ശേരി മലയാളത്തിൽ ഒരു കഥ എഴുതിയാൽ അത് റബ്ബിന്റെ കലാമാകുമോ? ഇങ്ങനെയാണ് ഖുർആനിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നത്. നോക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് 2-3 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരശ്ശേരി ഞാനും നിങ്ങളും കൂടി ഇരുന്നാല് നമുക്ക് നല്ലൊരു ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടാക്കാം. അള്ളാന്റെ ഖുർആൻ കൊളാക്കാൻ ഇത്ര കുഹുവത്ത ജോഡി മറ്റൊന്നില്ല. ഇബ്ലീസിന്റെ പോലും സഹായം ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറബി അറിയാത്തതിന് എനിക്ക് അറബി അറിയാം, നിങ്ങൾക്ക് മലയാളം അറിയാത്തതിന് എനിക്ക് മലയാളം അറിയാത്തതിന് നിങ്ങൾക്ക് മലയാളം അറിയാം. പക്ഷെ രണ്ടാക്കും അതറിയില്ല. എം കാരശ്ശേരിക്ക് അറബി അറിയാം, എം കാരശ്ശേരിക്ക് മലയാളം അറിയാം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് അറബി അറിയാം, പക്ഷെ മതമറിയണ്ടേ? അറബി നന്നായി അറിയ അറേബ്യൻ സാഹിത്യത്തിൽ ആടിത്തിമിർത്ത 6-ാം നൂറ്റാണ്ടുകാർക്ക് അനായാസം വായിക്കാൻ വിട്ടുകൊടുക്കാതെ ഹബീബായ തങ്ങളുടെ നുബുവത്തിന്റെ നാവുകൊണ്ട് നോക്കുകൊണ്ട് ജീവിതം കൊണ്ട് ഹബീബായ തങ്ങളിൽ വിശദീകരിക്കാൻ ഏൽപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ ആരെ കയ്യിലാ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കാണ്. ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കേട്ടോ. ഈ പരിഭാഷ എന്ന് പറയുന്നത് വെറും ഭാഷ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കറക്റ്റ്. ഭാഷ അറിഞ്ഞാൽ പരിഭാഷ പറ്റൂല. പരിഭാഷ കഴിഞ്ഞാൽ പോലും ഖുർആൻ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളുടെ നിലപാടുകളുണ്ട്. നമ്മൾ തമ്മിൽ നിലപാട് കൊണ്ട് യോജിക്കൂല. അതായത് 921 ഞാൻ ചുരുക്കി പറയാണ്, വഹാബികൾ വന്നിട്ട് പറഞ്ഞു, നാളിതുവരെയുള്ള നാട്ടുകാർ മുഴുവൻ കുഫറിലാണ്. എന്താ കാരണം? അവർ മക്ബറിൽ പോണുണ്ട്, മൗലൂദ് ഓതുന്നുണ്ട്. 940 ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു, സുന്നികൾ ഏതായാലും പുറത്തന്നെ, മുജാഹിദും അകത്തല്ല പുറത്താണ്. എന്താ കാരണം? സുന്നികൾ ജാറത്ത് പോയത് കൊണ്ടാണ് പുറത്തു പോയതെങ്കിൽ മുജാഹിദുകൾ പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടാണ് പുറത്തു പോയത്. കാരണം ഇസ്ലാമിക ഭരണമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം പോയാൽ സുന്നികൾ ജാറത്ത് പോകുന്നത് പോലെയാണ്. സുന്നികൾ ബാഗ്ദാദിലെ ജീലാനി തങ്ങളെയാണ് ദൈവാക്കിയതെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI സാറിനെയാണ് മുജാഹിദ് ദൈവാക്കിയത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഞാനും നിങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് പരിഭാഷ എഴുതാൻ വേണ്ടി ഇരുന്ന് ഇയ്യാക നഅ്ബുദുവിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേന് നമ്മൾ തല്ലി പിരിയേണ്ടി വരും എന്നാണ് കാരശ്ശേരി പറയുന്നത്. എങ്ങനെയാ നമ്മൾ ഒന്നിച്ചൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുക? ഇപ്പൊ ഖുർആനെ പറ്റി ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഉദാഹരണം പറഞ്ഞു. ഇപ്പോ ഫാത്തിഹയില് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഇയ്യാക നഅ്ബുദു
എന്നുള്ള പ്രയോഗം ആരാധനയിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തർക്കം. ഇപ്പം ഉമർ മൗലവിയും ജമാഅത്തും പ്രധാനപ്പെട്ട തർക്കത. അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കീഴൊതുങ്ങലും. അതായത് ജാറത്ത് പോണത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോണതും പ്രശ്നമാണ്. ജാറത്തിൽ പോകുന്നത് മാത്രമല്ല, പള്ളിക്കൂടത്തിൽ പോകുന്നതും പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകല്ല. ഇവർ നമ്മളോട് പറയുന്ന ഖുർആനിന്റെ കഥ ഇങ്ങനെയാണ്. വിവരമുള്ള ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഖുർആനിൽ നിന്ന് വിവരദോഷികളായ ആളുകൾ പറയുന്ന വ്യാജങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകലാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ മുസ്ലിം ഉലമാക്കൾ പറഞ്ഞത് വഹാബികളുടെ ഖുർആൻ അത് വ്യാജമാണ്, അവരുടെ പരിഭാഷകൾ തോട്ടിലെറിയേണ്ടതാണ്, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. അവസാനം എന്തായി? CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ മുസ്ലിമിന്റെ കൈകൊണ്ട് ഇലകൂട്ടി തൊടാതെ പറ്റൂല എന്ന് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ? അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ബുഖാരി മുസ്ലിം പോലെ വഹാബികൾക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷെ ആള് മരിച്ചുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് മുജാഹിദുകൾ പല ഗ്രൂപ്പുകളായി തല്ലി 10-18 തൗഹീദായി. അപ്പൊ അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ ഒരു പേജിലെ തൗഹീദ് ഒരു ഗ്രൂപ്പിന് അനുകൂലമാണ്, തൊട്ടടുത്ത പേജിലെ തൗഹീദ് മറ്റൊരു ഗ്രൂപ്പിന് അനുകൂലമാണ്. ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് സമ്മിശ്രമായി കളിയാടിയ അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ കൊണ്ട് മുജാഹിദ് തോറ്റുപോയി. അങ്ങനെയാണ് ഈ അടുത്ത ദിവസം ഒരു പരസ്യം, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ നമ്മൾ പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. പുനഃപ്രസിദ്ധീകരിക്കുന്നത് കൊള്ളാം, പക്ഷെ ഈ മരിച്ചുപോയ മനുഷ്യനെ എഴുതിയതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഇവലെ വകയിൽ ചേർക്കാൻ പാടുണ്ടോ? അങ്ങനെ പരസ്യം നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ ആ പരിഭാഷയിൽ എഴുതി ചേർക്കേണ്ടതായി അഭിപ്രായമുണ്ടോ എന്നാ അതൊക്കെ എഴുതി തരണം, അടുത്ത പരിഭാഷയിൽ ഉണ്ടാകുന്നതാണ്. മാള് മരിച്ചുപോയില്ലേ, എബൽക്ക് എന്തോ എഴുതി ചേർക്കാലോ. ഇങ്ങനെ പരിഭാഷകളെ കൊണ്ട് അവസാനം വഹാബികൾ തന്നെ ബുദ്ധിമുട്ടിയപ്പോ എന്തായിരുന്നോ പണ്ട് നമ്മളെ ഉലമാക്കൾ പറഞ്ഞത്, അത് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം ഹുസൈൻ സലഫി പറഞ്ഞത്. പരിഭാഷ നോക്കിയിട്ടല്ല ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. കറക്റ്റ്. ഇതാണ് അസം മുസ്ലിയാർ പറഞ്ഞത്, ഇതാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത്. ഇപ്പറഞ്ഞതിനെയാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്ന് മുസ്ലിയാക്കന്മാരെ അകറ്റി എന്ന് പ്രചരിപ്പിച്ചത്. ഇതിന്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂല എന്ന് വഹാബികൾ പ്രചരിപ്പിച്ചത്. മുസ്ലിമീങ്ങളെ, നമ്മൾ ഖുർആൻ അറിയുന്നവരാണ്, നമ്മൾ ഖുർആൻ വായിച്ചവരാണ്, നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയവരാണ്. എവിടെന്നാണ് നമ്മൾ ഖുർആൻ വായിച്ചത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിനെപ്പറ്റി മൗലവി ഇവിടുന്ന് പറയണേ, ചില ആളുകൾ ഖുർആനിനെ വെറും മന്ത്രിച്ചൂതാനുള്ളതാക്കി, ചില ആളുകൾ ഖുർആനിനെ വെറും ഊതിക്കട്ടുള്ളതാക്കി, ആ ഖുർആനിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തില്ല. കേവല പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥമാക്കി ഈ ഖുർആനിനെ ചില ആളുകൾ അതിനെ മാറ്റിവരുത്തിയപ്പോൾ ഇല്ല, ഖുർആൻ പാരായണം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചെടുത്ത് ഓതാനും മാത്രമുള്ള എന്തോ ചില സവിശേഷതയുള്ള വചനങ്ങൾ മാത്രമാക്കി ഖുർആൻ സവിശേഷതയുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, മന്ത്രിച്ചൂതി കെട്ടാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, ഊതി കുടിക്കാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ. കാരണം അത് സവിശേഷമായ ഗ്രന്ഥമാണ്. പക്ഷെ അതിന് മാത്രമുള്ളതാക്കിയിട്ടില്ല. അതിനാണെങ്കിൽ നമ്മളെ പള്ളി ദർസിൽ തഫ്സീർ ഉണ്ടാകുമോ? ഈ ആലിമീങ്ങൾ മുഴുവൻ കേരളത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്ത വിധം വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് ഈ ഉമ്മത്ത്, ഈ സമുദായത്തെ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടല്ലേ. പക്ഷെ കാരശ്ശേരിന്റെയൊക്കെന്നും CN അഹമ്മദ് മൗലവിന്റെയൊക്കെന്നുള്ള അഖുർആൻ ഈ ഉമ്മത്തിന് വേണ്ട. എങ്കിൽ മറ്റു ചില ആളുകൾ ആ വിശുദ്ധ ഖുർആനിന് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രവാചകാധ്യാപനങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചുകെട്ടി കൊണ്ടുപോയിട്ട് അത് ശരിയാണ്. അതാണ് വഹാബികളും മൗദൂദികളും ഈ നാട്ടിൽ ചെയ്തത്. അന്ധവിശ്വാസങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും എല്ലാ തെറ്റായ പ്രവണതകളെയും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ
തെളിവുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇനി അയാൾ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പ്രതിഫലമുണ്ട്. അതല്ലേ മഹാനായ ഹസൻ മുസ്ലിയാർ പണ്ടു പറഞ്ഞത്, ഫാത്തിഹയുടെ അർത്ഥമറിയലല്ല നിർബന്ധം, ഒരാൾ അർത്ഥമറിയാതെ ഫാത്തിഹ ഓതിയാലും പ്രതിഫലമുണ്ട്. ഈ ക്ലിപ്പിന്റെ തന്നെ ബാക്കിയിൽ അയാൾ പറയാണ്, അലിഫ് ലാം മീം എന്നോതിയാൽ അലിഫ് ഒരക്ഷരമാണ്, അക്ഷരത്തിന് പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല. അലിഫ് എന്നോതിയാലും പ്രതിഫലമുണ്ട്, ലാം എന്നോതിയാലും പ്രതിഫലമുണ്ട്, മീം എന്ന അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ഇവിടെയാണ് ശരിയായ കാഴ്ചപ്പാടിനെ നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ കേവല പാരായണം മാത്രമല്ല, പാരായണം പ്രധാനമാണ്, യാതൊരു കുറവുമില്ല പാരായണത്തിന്റെ മഹത്വത്തിന് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരക്ഷരം ഓതിയാൽ 10 പുണ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ, അലിഫ് എന്ന ഒരക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട് എന്നാണ്. അതേ ഖുർആനിന്റെ പദാനുപാത അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. ഇതു പറഞ്ഞ പണ്ഡിതന്മാരെയാണ് ഇവർ ഖുറാഫികളാക്കിയത്. ഇതു പറഞ്ഞതിന്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂലാന്ന് ഇവർ പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ ഖുർആൻ എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിമീങ്ങളെ